ലേക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയ പാഠം എടുക്കാൻ പോവാണ്. പേര് ജംഗിൾ, അതായത് കാട് എന്നാണ് നമ്മളെ പുതിയ പാഠത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ശരിക്കും പോലെ വായിക്കുന്നത് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ അർത്ഥവും മനസ്സിലാക്കണം. ഏക്ക് ലക്കഡ് ഹാറാത്ത, ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. ഏക്ക് ലക്കഡ് ഹാറാത്ത, ഉസ്കാ നാം ഹീറാത്ത, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഹീറ എന്നായിരുന്നു. ഉസ്കാ നാം, അദ്ദേഹത്തിൻ്റെ പേര് ഹീറാത്ത, ഹീറ എന്നായിരുന്നു. ഹീറ എന്ന ആൾ റോസാന, ദിവസവും അപ്നി കുൽഹാടി ലേക്കർ, തൻ്റെ മഴു, കുൽഹാടി എന്നാൽ മഴു, ലേക്കർ എടുത്തിട്ട് ജംഗൽ ജാത്താത്ത, കാട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അയാളുടെ പണി എന്താണ്? ദിവസവും അദ്ദേഹത്തിൻ്റെ മഴു എടുത്തിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകലായിരുന്നു. ഉസ്കെ ഗാവോക്കെ പാസ് ഹി, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്തു തന്നെ, ഉസ്കെ ഗാവോ എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമത്തിൻ്റെ അടുത്തു തന്നെ ഏക്ക് ബഡാ ജംഗൽ താ, ഒരു വലിയ കാടുണ്ടായിരുന്നു. ഹരാ ഭരാ ജംഗൽ, പച്ച നിറഞ്ഞ കാടായിരുന്നു അത്. ഹീറ ജംഗൽ സെ, ഹീറ കാട്ടിൽ നിന്നും ലക്കടിയ, ലക്കടിയ എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങൾ, കാട്ട്കർ, അത് വെട്ടിയിട്ട്, കാട്ടിന എന്ന് പറഞ്ഞാൽ മുറിക്കുക, വെട്ടുക എന്നൊക്കെ, അതൊക്കെ വെട്ടിയിട്ട് ലാത്ത, കൊണ്ടുവരികയും ഓർ ബാജാർമേ, എന്നിട്ട് അങ്ങാടിയിൽ ചെന്നിട്ട് ബേജ് ദേത്താത്ത, വിൽക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി പറഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ട് രാവന്തിയോളം അത് കഷ്ടപ്പെട്ട് മുറിച്ചിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കലായിരുന്നു. ഹീറ ജംഗൽസെ, അങ്ങനെ ഹീറ കാട്ടിൽ നിന്നും ലായി ഹുയി, കൊണ്ടുവന്ന, ലായി ഹുയി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന, ലക്കടിയാൻ മരക്കഷ്ണങ്ങൾ, ബേജ്കർ, അത് വിറ്റിട്ട്, കിസി ദുക്കാൻ സെ, ഏതെങ്കിലും ഒരു കടയിൽ നിന്ന്, പീടികയിൽ നിന്ന്, ഗർക്കാ സൗദ, വീട്ടിലെ സാധനങ്ങൾ, ആവശ്യ സാധനങ്ങൾക്കാണ് സൗദ എന്ന് പറയുക, സാധനങ്ങൾക്ക് ഖരീദ് ലേത്ത, വാങ്ങുമായിരുന്നു. ഖരീദ് ലേന പറഞ്ഞാൽ വാങ്ങുക. ഏക് റോസ്, ഒരു ദിവസം, അദ്ദേഹം ലക്ഡിയോങ്ക, മരക്കഷ്ണങ്ങളുടെ ഗട്ട പറഞ്ഞാൽ അതിൻ്റെ കെട്ട്, അതായത് മരക്കഷ്ണങ്ങളുടെ കെട്ട് അല്ലെങ്കിൽ കൂട്ടം, അത് ബാന്തുകർ, അത് കെട്ടിയിട്ട്, പേട്കെ സായം, മരത്തിൻ്റെ തണലിൽ അദ്ദേഹം ബൈഠാത്ത, ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ഒരു മരമൊക്കെ കൂട്ടിയിട്ട് അതിനെ കെട്ടാക്കിയിട്ട് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മരത്തിൻ്റെ തണലത്തിൽ മുപരിയ്ക്കായിരുന്നു. അസ്ലം ഓർ റഷീദ് കി നസർ, അങ്ങനെ അസ്ലം, റഷീദ് എന്ന് പറയുന്ന രണ്ട് കുട്ടികളുടെ നസർ, നോട്ടം, ഉസ്പർ പടി, ആ കെട്ടിലെന്തായി ചെന്ന് പതിച്ചു, അവർ കണ്ടു എന്നർത്ഥം. വോ ദോനോൻ, അവർ രണ്ടുപേരും ഉസ്കെ പാസ് ഗേ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി, ഓർ കഹ, എന്നിട്ട് പറയുകയും ചെയ്തു. അസ്ലം ചോദിച്ചു, അസ്ലം പറയാണ്, ഹീറ ചച്ച, മരം കെട്ടു മാമ, ഹീറ ചച്ച പറഞ്ഞാൽ ഹീറ മാമ അല്ല, ഹീറ മാമ, ഹീറ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര്, ചച്ചാറിന മാമൻ, അപ്പോൾ ഹീറ മാമ, ആപ്തോ, നിങ്ങളാണെങ്കിൽ റോസ് ദിവസവും ലക്നിയ കാട്ട്കർ ലാത്തേ ഹൈ, നിങ്ങളാണെങ്കിൽ ദിവസവും മരക്കഷ്ണങ്ങൾ കാട്ട്കർ വെട്ടിയിട്ട് ലാത്തേ ഹൈ, കൊണ്ടുവരുന്നു. എന്നിട്ട് ജംഗൽമേ, മാത്രമല്ല കാട്ടിൽ ദൂരം വരെ ചലിച്ചു, അതായത് നടന്നു ജാത്തേ ഹോങ്കെ, പോകുകയും ചെയ്യും. അന്തർ ജംഗൽമേ ഓർ, അതായത് കാട്ടിനുള്ളിൽ, അന്തർ ഉള്ളിൽ, ജംഗൽമേ കാട്ടിലുള്ള ഉള്ളിൽ, ഓർ ക്യാ ഹേ, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഹീറ പറഞ്ഞു, അസ്ലം ബേട്ടെ, അസ്ലം മക്കളെ, അതായത് അസ്ലം മോനെ, ജംഗൽമേ കാട്ടിലാണെങ്കിൽ, ഓർ ബി ഒരുപാട്, ബഹുത് സെ വലിയ ദറഖ്ത് ഹേ, മരങ്ങളുണ്ട്, തറഹ് കെ ദറഖ്ത്, പലതരത്തിലുള്ള മരങ്ങൾ, ദേദാർ കെ ദറഖ്ത്, അതായത് ദേവദാരുവിൻ്റെ മരം, ചീഡ് കെ ദറഖ്ത്, ചീഡ് എന്ന് പറഞ്ഞാൽ പൈൻ മരം, സാഗുവ എന്ന് പറഞ്ഞാൽ തേക്ക് മരം, ഓർ ശീശം കെ ദറഖ്ത്, ശീശം എന്ന് പറഞ്ഞാൽ ഇരുമുൾ മരം എന്ന് പറയും, അതായത് റോസ് വുഡ്, അത് ഒരു നല്ല രസമുള്ള മരമാണ്, അതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇപ്പം ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ, ബാക്കി ഇന്നോ നാളൊക്കെ ആയിട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.